ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ അരമണിക്കൂർ സമയം അവിടുന്ന് ഞങ്ങളെ പ്രവർത്തിക്കണമേ, അവിടുന്ന് ഞങ്ങളെ സ്പർശിക്കണമേ, അവിടുന്ന് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളെ തന്നെ പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഈശോയുടെ പരസ്യജീവിതകാലത്ത് നമ്മൾ നോക്കിയാൽ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമുക്ക് കാണുന്നുണ്ട്. സ്നാപകൻ ഈശോയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകി, എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അവനോ പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിലും 31 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഞാൻ ഇവരെ അറിഞ്ഞിരുന്നില്ല. യോഹന്നാൻ പറയുകയാണ്, ഞാൻ ഇവനെ അറിഞ്ഞിരുന്നില്ല. ഇവനെ ലോകത്തിന് സാക്ഷ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, എങ്കിലും ഞാൻ ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകുവാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, നീ സ്നാനം നൽകുമ്പോൾ പരിശുദ്ധാത്മാവ് ആരുടെ മേൽ എഴുന്നള്ളി വരുന്നതായി നീ കാണുന്നുവോ, അവനോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകും. പ്രിയമുള്ളവരെ, തുടർന്ന് യോഹന്നാൻ പറയുകയാണ്, ഞാൻ സ്നാനം നൽകിയപ്പോൾ ഇവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ആയതിനാൽ യേശു കർത്താവാണെന്ന് അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ്. അവിടെ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് സ്നാപകൻ. പ്രിയമുള്ളവരെ, ആത്മസ്നാനം യേശുവിൻ്റെ പരസ്യജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം കൂടി ആയിരുന്നു നമുക്ക് തോന്നിപ്പോകും. കാരണം കർത്താവ് തന്നെ ഇതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ഉദ്ധാരം ചെയ്ത ശേഷം അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന രംഗം അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, യോഹന്നാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനമേൽക്കും. പരിശുദ്ധാത്മാവിനുള്ള സ്നാനം, ഇത് കാത്തലിക് കരിസ്മാറ്റിക് റിന്യൂവൽ രംഗത്ത് ഇന്ന് ധാരാളം ധ്യാനങ്ങളും ധാരാളം പരിപാടികളും നടക്കുമ്പോൾ, ഏത് കൺവെൻഷൻ നടന്നാലും കൊള്ളാം, ധ്യാനം നടന്നാലും കൊള്ളാം, എവിടെയും ഒരു അഭിഷേക പ്രാർത്ഥനയുണ്ട്. ഞാൻ ഓർക്കുകയാണ്, 1983 മുതൽ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ഇപ്പോഴും ഞാനൊക്കെ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഞാനെന്നല്ല എല്ലാ കരിസ്മാറ്റിക് ധ്യാനം നടത്തുന്ന വ്യക്തികൾക്കും അറിയാം, ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരിലെ മാമോദിസായുടെ ഫലം പ്രായത്തിനടുത്ത രീതിയിൽ പുറപ്പെടുവിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ ആത്മസ്നാനം അവർക്ക് അനുഭവപ്പെടണം. അതുകൊണ്ട് തന്നെ പ്രാരംഭ ധ്യാനം, പണ്ടൊക്കെ കരിസ്മാറ്റിക് ധ്യാനത്തിനൊരു ഘടനയുണ്ടായിരുന്നു. അന്ന് പ്രാരംഭ ധ്യാനം എന്ന് പറഞ്ഞൊരു പരിപാടി. ആ പ്രാരംഭ ധ്യാനത്തിൻ്റെ 3-ാമത്തെ ദിവസത്തിൻ്റെ വൈകിട്ട് മുതൽ ആത്മസ്നാനത്തിന് ജനങ്ങളെ ഒരുക്കും. വന്നിരിക്കുന്നവരോട് പറയും, നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ പോവുകയാണ്. മാമോദീസായ്ക്ക് പകരമുള്ള ഒന്നാകാതിരിക്കാൻ വേണ്ടിയാണ് VHS എന്ന പേരിന് പകരം RHS എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. മാമോദീസായിൽ നമ്മൾ സ്വീകരിച്ചത് പരിശുദ്ധാത്മാ സ്നാനമാണ്. പക്ഷേ പ്രായത്തിനടുത്ത രീതിയിൽ ഫലം പുറപ്പെടുവിക്കാൻ സാധിച്ചില്ല. അതിൻ്റെ കാരണം വേറൊന്നും കൊണ്ടല്ല, മാമോദീസായിലൂടെ നമ്മൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നവരാണ്. അത് ബൈബിളിലുടനീളം പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 3:26 പറയുന്നുണ്ടല്ലോ, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം. റോമാലേഖനത്തിൻ്റെ 6:3 പറയുന്നുണ്ട്, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം. അപ്പോൾ ആദ്യമകാലത്ത് ക്രൈസ്തവർ യേശുക്രിസ്തുവിനെക്കുറിച്ച് കേട്ട് യേശുവിൽ വിശ്വസിച്ച് അവനോട് വിശ്വാസത്താലുള്ള ഐക്യം പ്രാപിച്ച് കഴിയുമ്പോഴാണ് മാമോദീസ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ മാമോദീസ സ്വീകരിക്കുന്ന വ്യക്തികൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ അവരെല്ലാവരും ആ മാമോദീസ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ കഴുകപ്പെടുന്നു. അവരുടെ ഹൃദയം പരിശുദ്ധാത്മാവിനാൽ കഴുകപ്പെടുന്നു. ഇത് യേശുവിൻ്റെ വരവിന് മുമ്പ് തന്നെ 700 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 36-ാമത്തെ അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ ശിലാതുല്യമായ ഹൃദയമെടുത്തു മാറ്റി ഞാൻ നിങ്ങൾക്ക് മാംസളമായൊരു ഹൃദയം തരും, അതിനുള്ളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ നിവേശിപ്പിക്കും. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ മനുഷ്യഹൃദയത്തിലേക്ക് നിവേശിപ്പിക്കുന്ന സംഭവം ആത്മസ്നാനം. എന്തുകൊണ്ട് ഇത് വേണ്ടി വന്നു? മനുഷ്യന് ദൈവം സൃഷ്ടിച്ചപ്പോൾ വാസ്തവത്തിൽ ആ സൃഷ്ടിച്ചിടത്തേക്ക് പോയാൽ നമുക്കിത് കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഏടുകളിൽ നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യനെ സൃഷ്ടിച്ചു, ജീവജാലങ്ങളെ എല്ലാറ്റിനെയും കർത്താവ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് സൃഷ്ടിച്ചു, അവർക്ക് ജീവനുണ്ടായി, അവരെല്ലാവരും നിലനിന്നു. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം അവൻ്റെ നാസാരന്തരങ്ങളിലേക്ക് അവിടുന്ന് തൻ്റെ ജീവശ്വാസം ഊതുന്നു. അങ്ങനെ മനുഷ്യൻ ദൈവത്തിൻ്റെ ജീവനായ ദൈവാത്മാവിനെ സ്വീകരിച്ച് ജീവനുള്ളവരായി മാറി. മാലാഖമാരേക്കാൾ അല്പം താഴ്ത്തിയാണ് അവനെ സൃഷ്ടിച്ചതെങ്കിലും
ഒരു മാലാഖയ്ക്ക് പോലും ദൈവത്തെ അപ്പാ എന്ന് വിളിക്കുവാനുള്ള പ്രിവിലേജ് കൊടുത്തില്ല, അവകാശം കൊടുത്തില്ല. മറിച്ച് ഇതാ മനുഷ്യന് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനുള്ളൊരു അവകാശം കൊടുത്തു. അവൻ ദൈവഭവനത്തിലെ അംഗമായി, ദൈവത്തോടൊത്ത് ചരിച്ചു. അതാണല്ലോ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. പാപം ചെയ്തു കഴിഞ്ഞ മനുഷ്യന് ഈ ആത്മാവ് നഷ്ടപ്പെട്ടു. ആത്മാവിനുള്ള മരണമാണ് അവൻ സംഭവിച്ചത്. കർത്താവ് പറഞ്ഞിരുന്നുവല്ലോ, തോട്ടത്തിലുള്ള വൃക്ഷത്തിൻ്റെ എല്ലാ കനികളും ഭക്ഷിച്ചു കൊള്ളുക, നടുവിലുള്ള വൃക്ഷത്തിൻ്റെ കനി ഭക്ഷിക്കുന്ന ദിവസം നിങ്ങൾ മരിക്കും. പ്രിയമുള്ളവരെ, സാത്താൻ ഏദൻ തോട്ടത്തിലേക്ക് കടന്നു ചെന്ന് നമ്മുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ ഹവ്വായെ വഞ്ചിക്കുന്ന രംഗം നമുക്കറിയാം. അവൻ ചോദിക്കുന്നുണ്ട്, ഈ തോട്ടത്തിലുള്ള വൃക്ഷത്തിൻ്റെ എല്ലാ കനികളും ഭക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ ഹവ്വ പറഞ്ഞു, ഇല്ല, എല്ലാ വൃക്ഷത്തിൻ്റെയും അല്ല, തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ കനി ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന ദിവസം നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ അവൻ പറയുകയാണ്, നിങ്ങൾ മരിക്കുമെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ മരിക്കുകയില്ല, നന്മതിന്മകൾ തിരിച്ചറിഞ്ഞ് ദൈവത്തെ പോലെയാകും, നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും ചെയ്യും. അവൾ ഉടനെ ആ കനി പറിച്ചു ഭക്ഷിച്ചു, അവളുടെ കണ്ണുകൾ തുറന്നു, അവൾ നഗ്നരാണെന്ന് അറിഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ആദ്യ പാപം മനുഷ്യ ഹൃദയത്തിലേക്ക് കടന്നപ്പോഴേ അവൻ്റെ ആത്മാവിൽ അവൻ മരിച്ചു, അഥവാ ദൈവിക ജീവൻ അവൻ്റെ നഷ്ടപ്പെട്ടു പോയി. അവിടെ വെച്ച് തന്നെ കർത്താവ് കൊടുക്കുന്ന വാഗ്ദാനമാണ്, ഇതാ സാത്താൻ്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, സ്ത്രീയുടെ സന്തതി സാത്താൻ്റെ തലയെ തകർക്കുമെന്ന്. വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചുള്ള പ്രവചനം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ കാണുന്നു. അവിടെ മുതൽ ദൈവത്തിൻ്റെ മക്കൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മാവിനെ തിരിച്ചു കിട്ടേണ്ടത് ആ കാലത്തിന് വേണ്ടി, ആ മിശിഹായുടെ വരവിന് വേണ്ടി അവർ കാത്തിരിക്കുന്ന രംഗമാണ് പഴയ നിയമത്തിലുടനീളം കാണുന്നത്. അങ്ങനെ കാത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് ഇതാ പ്രകാശമായി കടന്നു എന്ന് എസക്കിയേൽ പറയുകയാണ്, ആ നാളുകളിൽ ഞാൻ നിങ്ങളിൽ നിന്നും ശിലാതുല്യമായ ഹൃദയമെടുത്ത് മാറ്റും, പകരം മാംസളമായൊരു ഹൃദയം നിക്ഷേപിക്കും, എന്നിട്ട് ഞാൻ അതിനുള്ളിൽ എൻ്റെ ആത്മാവിനെ നിവേശിപ്പിക്കും. മിശിഹ തൻ്റെ ആത്മാവിനെ പിന്നെ തിരിച്ചു തരുന്ന സംഭവത്തെക്കുറിച്ചാണ് അവിടെ പ്രവചിക്കുന്നത്. യേശുവിനെക്കുറിച്ച് പറയുന്നിടത്തും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ജെസയുടെ കുറ്റിയിൽ നിന്നൊരു വേഴി കിളക്കും, ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേലുണ്ടാകും. എന്നിട്ട് പറയുകയാണ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, അറിവിൻ്റെ ആത്മാവ്, ദൈവഭക്തിയുടെ ആത്മാവ്, അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 6 ദാനങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഇന്ന് സഭ നമുക്ക് ദൈവഭയം എന്നൊരു ദാനം കൂടെ ചേർത്ത് 7 ദാനങ്ങൾ. ഞാനീ പറഞ്ഞു വരുന്നത്, യേശു ക്രിസ്തുവിലുണ്ടായിരുന്ന ആ ആത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നപ്പോൾ അവനുണ്ടായിരുന്ന ദാനങ്ങളാണ് ദൈവിക ജീവൻ ആയി നമ്മൾ കാണപ്പെടുന്നത്. മാമോദീസ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആത്മസ്നാനം നമുക്ക് പ്രാപിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് തൽസ്ഥാനത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നിറയുന്നു. ഞങ്ങളൊക്കെ പണ്ട് പ്രാരംഭ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോഴേ ആ ധ്യാനഗുരു പറഞ്ഞു തന്നു, നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴിതാ ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിൽ പാപമാകുന്ന എണ്ണ നിറഞ്ഞിരിക്കുകയാണെന്ന് ഓർക്കുക. പരിശുദ്ധാത്മാവാകുന്ന ജലം അങ്ങോട്ട് ഒഴുക്കി കൊടുക്കുമ്പോൾ ആ എണ്ണ കവിഞ്ഞൊഴുകി പുറത്തേക്ക് പോവുകയും വെള്ളം കൊണ്ട് നിറയുകയും ചെയ്യുന്നത് പോലെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വരുമ്പോൾ പാപം കവിഞ്ഞൊഴുകി പോയിട്ട് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയും. അപ്പോൾ നമുക്ക് ദൈവിക ജീവനായ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ലഭിക്കും. കരിസ്മാറ്റിക് നവീകരണത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ചൊരു സംഭവമാണ് ആത്മസ്നാനം. കാരണം എൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ടും ആലോചന കൊണ്ടും ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുമെന്നും സ്വന്തം സൽപ്രവൃത്തികളിലും സ്വർഗം കീഴടക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്ന എനിക്ക് എൻ്റെ ആത്മാവിൽ വരേണ്ട ഒരു മാറ്റം, എനിക്ക് മാമോദീസായിൽ എനിക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അജ്ഞത അതിനെ ഏറെ സ്വാധീനിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധാത്മാവ് നമുക്ക് ആത്മാവിൽ കടന്നു വന്ന് സ്നാനം നൽകുന്നതിനെക്കുറിച്ച് ഈ കരിസ്മാറ്റിക് നവീകരണത്തിൽ അന്ന് ക്ലാസ് എടുത്തപ്പോഴേ പറഞ്ഞത് ഇതായിരുന്നു. മാമോദീസായി നമ്മളിതിങ്ങനെ സ്വീകരിച്ചെങ്കിൽ തന്നെയും വളർന്നു വന്നപ്പോൾ യേശു ക്രിസ്തുവിൽ നമ്മൾ വളർന്നില്ല. ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. സാധാരണഗതിയിൽ മാമോദീസ സ്വീകരിക്കുമ്പോഴേ പള്ളിയിൽ വന്ന് സെൻറ്ററിൽ വന്ന് കഴിയുമ്പോഴേ അച്ഛൻ ചോദിക്കും, നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ? കുഞ്ഞിന് പകരം തലതൊട്ടപ്പനും തലതൊട്ടമ്മയും അമ്മയും അപ്പനും പറയുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനങ്ങനെ പ്രമാണം മുഴുവൻ ഏറ്റുപറയുന്നു. അതിനുശേഷം ഇതാ ഈ കുഞ്ഞിന് പകരം അവരിതെല്ലാം പറഞ്ഞു. എന്നിട്ട് ഇതാ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് തിരികത്തിച്ച് കുഞ്ഞിൻ്റെ കയ്യിലും കൊടുക്കുന്നു, അവരും പിടിക്കുന്നു. എന്നിട്ട് പറയുന്നത്, ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഇതാ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിശ്വാസദീപം അണയാതിരിക്കാൻ ഞങ്ങൾ സൂക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് 4 പേരുടെ കയ്യിൽ എന്ന് മാത്രമല്ല അവിടെയുള്ള വിശ്വാസ സമൂഹത്തെ ഈ കുഞ്ഞിനെ ഫലമേൽപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നത് ആ കുഞ്ഞിൻ്റെ മേലൊരു വെള്ള വസ്ത്രം ഇട്ടുകൊണ്ട് പറയുകയാണ്, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിശുദ്ധിയുടെ അങ്കി കറപുരളാതെ സൂക്ഷിച്ചു കൊള്ളാം എന്ന് സഭാ സമൂഹത്തിലെ സകല വിശ്വാസികൾ ഏറ്റുപറയുന്നു. തലതൊട്ടപ്പനും തലതൊട്ടമ്മയും അഥവാ ഗോഡ് ഫാദറും ഗോഡ് മദറും
അപ്പനും അമ്മയും തങ്ങളുടെ പ്രധാന ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുന്നു. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, പല കുഞ്ഞുങ്ങളെയും അവിടെ നിന്ന് കടന്നു വരുമ്പോഴേ പിന്നീട് ആ യേശുവിൽ വളർത്തുന്ന കാര്യത്തിൽ വരുന്ന വീഴ്ചയാണ് ഇന്ന് പലർക്കും പ്രായത്തിനടുത്ത രീതിയിൽ യേശുക്രിസ്തുവിനോടുള്ള ബന്ധമോ ആത്മസ്നാനത്തിൻ്റെ ഫലമോ പുറപ്പെടുവിക്കാൻ പറ്റാത്തത്. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടി മാമോദിസ സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്കറിയാമല്ലോ. നമ്മൾ റബ്ബർ ബഡ് ചെയ്യുമ്പോഴേ സാധാരണഗതിയിൽ ബഡ് ചെയ്ത് വന്ന് ശരി കാട്ടു റബ്ബറിൻ്റെ തൈ നട്ടുപിടിപ്പിച്ചിട്ട് അത് അതിനെ നല്ല ബഡ് പിടിപ്പിച്ച ശേഷം അതിന് മുകൾ വശത്ത് വെച്ച് അത് കട്ട് ചെയ്ത് കളയുന്നു. പിന്നീട് കർഷകൻ ദിവസവും നോക്കിയിരിക്കുന്നു, കാട്ടു റബ്ബറാണോ കിളുക്കുന്നത് അതോ വെച്ച ബഡാണോ കിളുക്കുന്നത്. ഇതുപോലെയാണ് മാമോദീസായിൽ ആദത്തിൻ്റെ പാപം മൂലം പാപികളായി തീർന്ന സകല മനുഷ്യരും. ആദത്തിൻ്റെ പാപം കൈമാറി കിട്ടിയ പാപമാണ്, ചെയ്ത പാപമല്ല, ഉത്ഭവപാപം. ആ ഉത്ഭവപാപത്തിൻ്റെ സ്വാധീനമുള്ള മനുഷ്യരെ, ആദത്തിന് സദൃശരായ മനുഷ്യരെ മാമോദീസായിൽ കൊണ്ടുവരുമ്പോഴേ അവൻ്റെ പഴയ മനുഷ്യനെ മുറിച്ചു മാറ്റി യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുത്തുന്നു. പിന്നീട് ആ ക്രിസ്തു എന്ന മുകുളം വളർത്തുവാനായിട്ട് മറ്റ് വിശ്വാസികളെയും മാതാപിതാക്കളെയും ഗോഡ് ഫാദറിനെയും ഗോഡ് മദറിനെയും ഏൽപ്പിച്ചു വിടുന്നു. പക്ഷേ പലരും ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് ആ കുഞ്ഞിൽ പഴയ ആദം കിളുത്തു പൊങ്ങി. തൽഫലമായിട്ട് എന്തുണ്ടായി? അവൻ്റെ ഹൃദയത്തിൽ ഇതാ ഉത്ഭവഭാവത്തിൻ്റെ പരിണിതഫലമായിട്ടുണ്ടായിരിക്കുന്ന അടിസ്ഥാന ഭാവങ്ങൾ അഥവാ മാരകഭാവങ്ങൾ അഥവാ ഫണ്ടമെൻ്റൽ സിൻസ്, മൂലപാവങ്ങൾ 7 കിളുക്കാൻ തുടങ്ങി. അങ്ങനെ മാമോദീസ സ്വീകരിച്ച വ്യക്തികൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കേണ്ട സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയൊക്കെ പുറപ്പെടുവിക്കേണ്ട വ്യക്തികൾ ഇത് അഹങ്കാരത്തിൻ്റെയും അസൂയയുടെയും കോപത്തിൻ്റെയും അലസതയുടെയും ഭോഗാസക്തിയുടെയും ഭോജനാസക്തിയുടെയും ഒക്കെ ഉടമകളായി മാറുന്നു. ഈ അവസ്ഥ ഒരു വ്യക്തിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അവൻ ആത്മസ്നാനത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവനാണെന്ന് പറയാൻ സാധ്യമല്ല. നവീകരണ ധ്യാനത്തിലേക്ക് വരുന്ന വ്യക്തികൾക്ക് ഈ സംഭവങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും പ്രായത്തിനടുത്ത രീതിയിൽ അവർ യേശുക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ച് യേശുവിനെ കർത്താവായി സ്വീകരിക്കുകയും കർത്താവായി ഏറ്റുപറയുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന സമയം അവൻ്റെ ഹൃദയത്തിലേക്ക് ജീവദാതാവായ ആത്മാവ് കടന്നു വരുന്നു. ഈ ആത്മാവ് കടന്നു വന്നിട്ട് പരിശുദ്ധാത്മാവ് ദൈവിക ജീവനായ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ അവൻ്റെ ഹൃദയത്തിൽ വർഷിക്കുന്നു. അങ്ങനെ അവൻ ദൈവിക ജീവനിൽ പങ്കുകാരനാകുന്നു. ഈ ദാനങ്ങൾക്ക് പറയുന്ന പേരാണ് മിശിഹായ് ഗിഫ്റ്റ്. മിശിഹായിൽ വിളങ്ങിയിരുന്ന ഗിഫ്റ്റ് മറ്റൊന്നുമല്ല, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ ഈശോയെക്കുറിച്ച് പറയുന്നിടത്ത് പ്രവചിച്ചിരിക്കുന്ന ആ പ്രവചനമാണ്. ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളുക്കും, അവനിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേലുണ്ടായിരിക്കും, എന്നിട്ട് ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, അറിവിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ദാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് വ്യക്തിയുടെ ഉത്കർഷത്തിന് വേണ്ടിയുള്ളതാണ്. ഞാനും നിങ്ങളുമൊക്കെ ഏത് ധ്യാനം കൂടുമ്പോഴും ആത്മാഭിഷേക പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നാം ആഗ്രഹിക്കേണ്ട ഒരു കാര്യം അതാണ്. കർത്താവേ, ഞങ്ങളെ ഇത് മൂലഭാവങ്ങൾ കഴുകി അഹങ്കാരം നീക്കി ജ്ഞാനം നിറയ്ക്കണമേ, അറിവ് നിറയ്ക്കണമേ, ആത്മശക്തി നിറയ്ക്കണമേ, ബുദ്ധിശക്തി നിറയ്ക്കണമേ, ഞങ്ങളിൽ ഉപദേശത്തിൻ്റെ വരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അവിടെ മൂലഭാവങ്ങൾ കഴുകപ്പെടുന്നു. കഴുകിക്കഴിഞ്ഞാൽ ജ്ഞാനം ലഭിക്കുമ്പോൾ മാത്രമേ, ആ ജ്ഞാനമെന്ന ദാനം ഒരു വ്യക്തിക്ക് കിട്ടുമ്പോൾ മാത്രമേ സ്വർഗീയ രഹസ്യങ്ങൾ ഇവനറിയാൻ സാധിക്കൂ. ദൈവത്തെ അപ്പാ എന്ന് വിളിക്കുവാൻ ഇവനെ പ്രാപ്തനാക്കുന്നത് ഞാൻ ദൈവത്തോളം അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അനുജനും അനുജത്തിയും അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അതേ ജീവനാണ് എന്നിൽ കുടികൊള്ളുന്നതെന്ന് ഒരു വ്യക്തി ഗ്രഹിക്കുന്നത് ജ്ഞാനത്താലാണ്. ഒരു വ്യക്തിക്ക് യേശുക്രിസ്തു വസിക്കുന്ന സ്വർഗത്തിൻ്റെ ഉടമയാണ് താനെന്ന് ഒരു വ്യക്തിക്ക് വെളിപാട് കൊടുക്കുന്നത് ജ്ഞാനമാണ്. പരിശുദ്ധ കുർബാന ഒരു ഗോതമ്പപ്പമായിരിക്കുന്ന ആൾ ഇത് ദൈവം തമ്പുരാനാണെന്ന് വിശ്വസിക്കാൻ ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നത് ജ്ഞാനമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ വർഷിക്കപ്പെടുന്നില്ല എങ്കിൽ ഒരിക്കലും ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഔന്നത്യം ആസ്വദിക്കാനോ മനസ്സിലാക്കുവാനോ സാധിക്കില്ല. പ്രിയമുള്ളവരെ, നീ ഏത് വർണ്ണത്തിലും ഏത് വർഗത്തിലും പെട്ട ഒരു വ്യക്തിയാണെങ്കിലും യേശുക്രിസ്തുവിൻ്റെ സ്വന്തം ജീവിതത്തിൽ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുമ്പോൾ ആത്മസ്നാനം ഒരുപക്ഷെ നിനക്ക് ലഭിച്ചെന്ന് വരെ വചനം കേൾക്കുമ്പോൾ തന്നെ ബൈബിളിലെ ഉടനീളം നമുക്കത് കാണാൻ സാധിക്കും. അവ കിട്ടുമ്പോൾ നമ്മൾ ജ്ഞാനികളായി മാറും. അതോടൊപ്പം തന്നെ വിവേകത്തിൻ്റെ വരം നമുക്ക് ലഭിക്കും. വിവേകത്തിൻ്റെ വരം ലഭിക്കുമ്പോഴാണ് ലോകത്തിലായിരിക്കുന്ന ഞാൻ എങ്ങനെ ദൈവത്തിൻ്റേതായിട്ട് ജീവിക്കണം എന്നുള്ളൊരു അവബോധം നമുക്ക് ലഭിക്കുന്നത്. അത് നമ്മളെ വിവേകികളാക്കി മാറ്റും. അപ്പോഴവിടെ സ്വർഗീയമായ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുവാനും ദൈവസംബന്ധമായ കാര്യങ്ങൾ ഒരു സ്വർഗീയ വ്യക്തിയാണ് ഞാനെന്ന രീതിയിൽ ജീവിക്കാനും ഒരു ആത്മീയനായി ജീവിക്കാനും നമ്മളെ പ്രാപ്തരാക്കുന്നത് വിവേകമാണ്. ഇതുപോലെ ഓരോ ദാനങ്ങളും ദൈവ സ്വഭാവത്തിൽ നമ്മളെ വളർത്തുന്നു, ദൈവിക ജീവനിൽ നമ്മളെ വളർത്തുന്നു, ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ധരിപ്പിക്കുന്നു. അങ്ങനെ ആ ഓരോ ദാനങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ ജ്ഞാനം, വിവേകം, അറിവ് ലഭിക്കുമ്പോഴാണ് നമുക്ക് ആത്മീയ രഹസ്യങ്ങൾ അറിയാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പരിശുദ്ധ കുർബാനയുടെ ആ രഹസ്യം, അവൻ ദൈവത്തോട് സമനായിരുന്നെങ്കിലും ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ താഴ്ത്തി ദാസൻ്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെയായി തീർന്ന്
മരണം വരെ, കുരിശു മരണം വരെ അനുസരണയുള്ളവനായി തീർന്നുവെന്ന് നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിലെ 4 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. വാസ്തവത്തിൽ ആ കർത്താവ് മനുഷ്യനായി അവതരിച്ചതിനേക്കാളും വലിയൊരു അത്ഭുതമാണ് ഇതാ വെറും ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ ഒരു ഓസ്തിയിൽ യേശുവായിത്തീരുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ജ്ഞാനമില്ലാതെ പറ്റില്ല. പ്രിയമുള്ളവരെ, സ്വാഭാവിക ബുദ്ധിക്ക് ഇത് മനസ്സിലാക്കാനാവില്ല. എന്തിനധികം ജ്ഞാനമുണ്ടെങ്കിലേ ബൈബിളിൻ്റെ പൊരുളറിയാനൊക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ വചനമറിയുവാൻ, വിശ്വാസ സത്യങ്ങൾ അറിയുവാൻ, ഇനി അതിനേക്കാൾ ഉപരിയായി ദൈവിക ഉപദേശത്തിൽ നടക്കാൻ നമ്മളെ സഹായിക്കുന്നു കൗൺസിലിംഗ്. ഇതൊക്കെ വ്യക്തിയെ വളർത്തുന്നതാണ്. അതുപോലെ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളാൻ ഭക്തൻ എപ്പോഴും ഗുരുവിനോട് കൂടിയാണ്. അങ്ങനെയുള്ളവർക്ക് ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുന്നത്. ഞാൻ ഓർക്കുന്നു 82 മുതൽ ഒരു 86, 87 വരെയുള്ള ധ്യാനം കൂടുന്ന മനുഷ്യന്മാർ വന്നു കഴിഞ്ഞാൽ അവരെന്ത് കിട്ടിയെന്നല്ല പറയുന്നത്, അവരെങ്ങനെ ദൈവത്തെ കൊടുക്കണം, എങ്ങനെ ദൈവത്തിന്. ഹൈറേഞ്ചിലാണെങ്കിൽ ചില സാധാരണക്കാരായ മനുഷ്യർക്ക് രോഗശാന്തി കിട്ടി ധ്യാനം കൂടി മടങ്ങി വന്ന് അവർ 34 കിലോമീറ്ററൊക്കെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് നയിക്കാൻ പോകുന്ന അവനോട് ഞാൻ ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഇത്രയും റിസ്ക് എടുത്ത്, ഞാൻ ധ്യാനം കൂടുന്നതിന് മുമ്പാണ് റിസ്ക് എടുത്ത് ഇങ്ങനെ പോകുന്നത്? അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ ഈ 34 കിലോമീറ്റർ നടക്കുമ്പോൾ ഞങ്ങൾ ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് മടങ്ങിപ്പോകുന്നത്. പിന്നീട് എനിക്ക് ധ്യാനം കൂടിയപ്പോൾ മനസ്സിലായി, പരിശുദ്ധാത്മാവിൻ്റെ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളാനുള്ള ഒരു കൃപ അവർക്ക് ലഭിച്ചത് കൊണ്ടാണ് ഈ 34 കിലോമീറ്റർ നടന്നു പോയി കല്ലാറ്റിൽ നിന്നും ചെമ്മണ്ണ് വരെ പോയി പ്രാർത്ഥനാ ഗ്രൂപ്പ് നയിച്ചിട്ട് തിരിച്ചു വരുന്നത്. 68 കിലോമീറ്റർ നടക്കാൻ ഒരു വിഷമവും മനുഷ്യർക്കില്ല. നവീകരണത്തിൽ ആദ്യകാലത്ത് വന്ന മനുഷ്യന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓടിയെങ്കിൽ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിച്ച് അവർ ദൈവവേലക്കാരായി മാറിയതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, അതോടൊപ്പം തന്നെ ആത്മാവിൽ നിന്നും പാപം കഴുകപ്പെടുന്നിടത്ത് ദൈവിക ജീവൻ വരുന്നുവെങ്കിൽ അതിൻ്റെ പരിണിതഫലമായിട്ട് മാമോദീസ സ്വീകരിച്ച് വരുന്ന ആളിനെ കിട്ടുന്ന ഒന്നാണ് ദൈവിക ശക്തി. അത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ, രോഗശാന്തി വരം, ദർശനവരം, ഭാഷാവരം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരം, വചനം പ്രഘോഷിക്കാനുള്ള വരം എന്ന് മാത്രമല്ല വിവിധ തരം വരങ്ങൾ കിട്ടും. ഇതെല്ലാം മനുഷ്യരെ ശുശ്രൂഷിക്കുവാനാണ്. എനിക്കാണെങ്കിൽ കിട്ടിയിരിക്കുന്ന ഒരു വരമാണ് വലിയ കൺവെൻഷനുകൾക്കൊക്കെ ഭക്ഷണം പാചകം ചെയ്യാനുള്ള ഒരു വരം. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും സംഘടിപ്പിക്കാനുള്ള വരം. ഈ വരങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. കരിസ്മാറ്റിക് നവീകരണത്തിലെ BHSൻ്റെ ഏറ്റവും ശക്തമായ ഫലമായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ. ഈ വരങ്ങൾ പ്രാപിച്ച് അവൻ ശക്തനാകുന്നു, ഒപ്പം ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകുന്നു. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ. അവിടെ പറയുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഇവയൊക്കെയാണ്: സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹവരം കിട്ടുമ്പോൾ ഏവരെയും സ്നേഹിക്കാം. ആരെന്തെല്ലാം എതിർത്താലും സ്നേഹം. ആനന്ദമോ, എടുത്തു മാറ്റാൻ പറ്റാത്ത ആനന്ദം. ലോകത്തിൽ ഒരു പ്രശ്നത്തിനും എടുത്തു മാറ്റാൻ പറ്റില്ല. ക്ലേശത്തിനോ, ദുരിതത്തിനോ, പീഡനത്തിനോ, പട്ടിണിക്കോ ഒന്നിനും എടുത്തു മാറ്റാൻ പറ്റാത്ത ആ സ്നേഹം. അതോടൊപ്പം തന്നെ ആനന്ദം. ഈ സ്നേഹത്തെക്കുറിച്ച് വാസ്തവത്തിൽ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, ആപത്തോ, നഗ്നതയോ, വാളോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. ദിവസം മുഴുവൻ ഞങ്ങൾ കൊലയ്ക്കുള്ള ആടുകളെപ്പോലെ ഗണിക്കപ്പെടുന്നു. എങ്കിലും അവയിലെല്ലാം നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം അവയിലെല്ലാം പൂർണ്ണ വിജയം വരിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആയതിനാൽ ഉയരത്തിനോ ആഴത്തിനോ ഇന്നുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ മരണത്തിനോ ജീവനോ നമ്മുടെ ആധിപത്യങ്ങൾക്കോ അധികാരങ്ങൾക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് വഴിയുള്ള ദൈവസ്നേഹത്തിൽ നിന്നും എന്നെ അകറ്റുക സാധ്യമല്ല എന്ന് ശ്ലീഹ പറഞ്ഞതിൻ്റെയൊക്കെ പൊരുള് ആത്മസ്നാനം പ്രാപിച്ച മനുഷ്യരറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഏത് ത്യാഗം സഹിച്ചും അവർ കർത്താവിന് വേണ്ടി ഓടി. അങ്ങനെ അതിലാരും ആനന്ദം കണ്ടെത്തി. അവിടെ സ്നേഹത്തോടെ വ്യാപരിച്ചു. സ്നേഹവും ആനന്ദവും ക്ഷമയും അവർക്ക് ആരോടും ക്ഷമിക്കുവാനില്ല എന്നതായിരുന്നു പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കാലയളവിൽ എന്തുകൊണ്ടോ പലർക്കും ഇതിലൊക്കെ കുറേ മാന്യത സംഭവിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം BHS എന്തെന്നുള്ളത് അറിഞ്ഞ് സ്വീകരിക്കാൻ തക്കവിധം അടിസ്ഥാന മാനസാന്തരത്തിലേക്കോ വ്യക്തിപരമായ യേശുവാനുഭവത്തിലേക്കോ മനുഷ്യർ വരുന്നില്ല എന്നതാണ്. അതുകൊണ്ട് നമുക്കിന്ന് ചിന്തിക്കേണ്ടത്, കർത്താവെ, ഈ ഒരു BHSൻ്റെ അനുഭവം, പ്രത്യേകിച്ച് ഒരു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഉൾക്കൊണ്ട്, അതോടൊപ്പം തന്നെ ദൈവിക ശക്തിയായ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ, അതിന് നമുക്ക് സഹായകമായ ബൈബിൾ ഭാഗങ്ങൾ ഇതാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് പറയുന്നത് 1 കൊരിന്ത്യർ 12:7 മുതൽ 12 വരെയും, റോമാലേഖനം 12-ാം അധ്യായത്തിലെ 5 മുതൽ 13 വരെയൊക്കെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയാണ് വരങ്ങളെന്ന്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഇവിടെ കാണാം, ദാനങ്ങൾ. ഇത് സ്വീകരിച്ച് ഒരു ആത്മസ്നാനത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ക്രിസ്തുവിന് യഥാർത്ഥത്തിൽ സാക്ഷികളായി തീരും. ഇനി ബൈബിളിലേക്ക് നോക്കിയാൽ ഇതിൻ്റെ ഫലങ്ങൾ നമ്മൾ ധാരാളം കാണുന്നുണ്ട്. കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ തുടക്കം തന്നെ അതാണ്. വാസ്തവത്തിൽ
നമ്മൾ ഈ വചന ശുശ്രൂഷയൊക്കെ ആരംഭിച്ച് ഇന്ന് ഒരുപാട് പേര് പ്രസംഗിക്കാൻ പോകുന്നുണ്ട്. അവർ മനസ്സിലാക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ആ പ്രസംഗിക്കുന്നതിന് പിന്നിലുള്ള രഹസ്യം ഇതാണ്. അതിൻ്റെ രഹസ്യം അവരൊക്കെ ഒരു ആത്മസ്നാനത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. ആ ആത്മസ്നാനം എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി? ആദ്യത്തെ കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പ് ഡുക്കൈൻ സർവകലാശാലയിൽ ആരംഭിച്ചപ്പോൾ അവർക്ക് പോലും ഉണ്ടായ ഒരു അനുഭവം ഇതാണ്. അവർ അപ്പോസ്തല പ്രവർത്തനം ഐച്ഛികമായി എടുത്ത് പഠിച്ചവരായിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ അവർ കണ്ടു, കൊറിന്തോസുകാർ അവിടെ ദൈവവചനം വചനം സ്വീകരിച്ചു എന്ന് കേട്ടപ്പോൾ പത്രോസും യോഹന്നാനും അവിടെ എത്തി. അവരോട് ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചില്ല, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചതേ ഉള്ളൂ എന്ന് അവർ കേട്ടു. ഉടനെ അവരുടെ മേൽ അവർ കൈകൾ വയ്ക്കുന്നു, അവർ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുന്നു. അങ്ങനെ ആത്മനിറവ് അവർ പ്രാപിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ പെന്തക്കോസ്താ ദിവസം സംഭവിച്ചത്. അതുതന്നെയാണ് അപ്പോസ്തലന്മാർക്ക്. അവരെ എത്ര തന്നെ കാത്തുകാത്തിരുന്നത്. ഈശോ പറഞ്ഞില്ല, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ പുറത്തു പോകരുത്, ജെറുസലേം വിട്ട് പോകരുതെന്ന് പറഞ്ഞിട്ട് അമ്മയോടൊപ്പം അവർ 9 ദിവസം നൊവേന നടത്തി പ്രാർത്ഥിച്ച് കുത്തിയിരുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, ഒരു ആത്മസ്നാനം പ്രാപിക്കുവാനാണ്. ആ പരിശുദ്ധാത്മാവ്, അതിന് പെന്തക്കോസ്റ്റൽ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്, പെന്തക്കോസ്ത അനുഭവം. അത് സ്വന്തമാക്കിയ അപ്പോസ്തലന്മാർ എങ്ങനെ പുതിയ വ്യക്തികളായി ശക്തരായോ അതുപോലെ ഒരു ക്രിസ്ത്യാനി മാമോദീസായിലൂടെ ശക്തരാകേണ്ടവരാണ്. അത് ഈ അപ്പോസ്തല പ്രവർത്തനം വായിച്ചപ്പോൾ അന്നത്തെ ആ ആദിമ ക്രൈസ്തവ പ്രാർത്ഥനാ ഗ്രൂപ്പിന് അത് അനുഭവപ്പെട്ടു. അതുതന്നെയല്ല, അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് എഫേസസിലെത്തി. അപ്പോൾ അവിടെ ഏതാനും ചില ശിഷ്യന്മാരെ കണ്ടു. അവരോട് ചോദിച്ചു, നിങ്ങൾ ശിഷ്യന്മാരായപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ? അവർ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്ന ഒന്നും ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, പിന്നെ നിങ്ങൾ ഏത് സ്നാനമാണ് സ്വീകരിച്ചത്? ഞങ്ങൾ യോഹന്നാൻ്റെ സ്നാനമാണ് സ്വീകരിച്ചത്. യോഹന്നാൻ അനുദപിക്കുന്നതിന് വേണ്ടിയുള്ള അനുതാപത്തിൻ്റെ സ്നാനമാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് അവരുടെ മേൽ അവർ കൈകൾ വെച്ചു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. പ്രിയമുള്ളവരെ, ആത്മസ്നാനം ഒരു ക്രിസ്ത്യാനിക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ഇതൊരിക്കൽ മാത്രം ലഭിക്കുന്നതല്ല. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് സ്വീകരിക്കാം. എന്തുകൊണ്ടെന്നാൽ അപ്പോസ്തല പ്രവർത്തനത്തിൽ അങ്ങനെയാണ് കാണുന്നത്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിലെ ആ പെന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവ് വന്നവരെല്ലാവരും ശക്തി പ്രാപിച്ചു. അവർ ആദ്യത്തെ പ്രസംഗത്തിൽ 3000 പേരോളം മാനസാന്തരപ്പെട്ടു. ഇങ്ങനെയൊക്കെ ആയെങ്കിലും പത്രോസും യോഹന്നാനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ഇതാ അപ്പോസ്തല ശിഷ്യന്മാർ പേടിച്ച് 2 മുറിക്കുള്ളിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയിൽ വിമുക്തരായ അവരവിടെ വന്നപ്പോൾ അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഇവരുടെ ഭീഷണികളെ അങ്ങ് ശ്രവിക്കണമേ. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 29 മുതലുള്ള വാക്യങ്ങൾ. ഭീഷണികളെ അങ്ങ് ശ്രദ്ധിക്കണമേ. അവിടുത്തെ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നതിനും അവിടുത്തെ പുത്രൻ്റെ വചനം സധൈര്യം പ്രഘോഷിക്കുന്നതിനും ഈ ദാസരുടെ മേൽ ആത്മാവിനെ വർഷിക്കണമേ എന്ന് അവർ പ്രാർത്ഥിക്കുന്നു. അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി, അവരെല്ലാവരും ആത്മാവിനാൽ പൂരിതരായി എന്ന് പറയുന്നു. അതുകൊണ്ട് പെന്തക്കോസ്ത അനുഭവം ഒരിക്കൽ മാത്രമല്ല, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നിടത്ത് ശ്രവിക്കുന്നു. മാത്രമല്ല, വചനം ശ്രവിക്കുമ്പോഴും കിട്ടുന്നു. അപ്പോസ്തല പ്രവർത്തനം 10:44 പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ കേട്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ ആത്മാവിനാൽ പൂരിതരായി. വിജാതിയർ പോലും പരിശുദ്ധാത്മാവിനാൽ സ്നാനമേറ്റു. അതുകൊണ്ടാണ് പിന്നീട് അവർക്ക് ജലസ്നാനം നൽകുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മൾ നിറയുന്നു. ഈ നിറവ് ഒരു ക്രിസ്ത്യാനിക്ക് എപ്പോഴും ജീവിതത്തിൽ ആവശ്യമാണ്. എന്നെ ശ്രവിക്കുന്ന സഹോദര, നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ആവശ്യമാണ്. നീ മാമോദീസായിലൂടെ ആത്മസ്നാനമേറ്റവനാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ കൊണ്ട് നിൻ്റെ ഹൃദയം നിറഞ്ഞതായിരുന്നു. നിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായ വരങ്ങൾ ഉണ്ടായിരുന്നവനാണ്. നീ പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കേണ്ടവനാണ്. ഒരുപക്ഷെ ധ്യാനം കൂടിയപ്പോൾ ഇത് കിട്ടിയായിരിക്കാം. ആദ്യകാലത്തുണ്ടായിരുന്ന ശുശ്രൂഷയിൽ ഏതെങ്കിലും രീതിയിൽ മാന്യം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ ഇത് കേട്ടിട്ടില്ലെങ്കിലും നമുക്കൊരു നിമിഷം ശിരസ്സ് നമിക്കാം. കർത്താവേ, അവിടുത്തെ നാമത്തിൽ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ നാമത്തിൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയക്കണമേ. അതുവഴി പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ഞങ്ങൾക്ക് അനുഭവവേദ്യമാകുവാനും അങ്ങനെ ലോകത്തിൽ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.